നമസ്കാരം. ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഇവർക്ക് ഏത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം സക്സസ് ആകുകയും പിന്നെ അതിലോട്ടൊന്ന് പുറകിലോട്ട് പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തികപരമായി നേട്ടങ്ങൾ കൈവരിച്ചാലും നിങ്ങൾക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ യാത്രകൾ ചെയ്യുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളിങ്ങനെ യാത്രകൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് മടുപ്പുകൾ ജീവിതത്തിലുണ്ട്. അതായത് യാത്രകളുടെ ഓവറായ യാത്ര മൂലം ശാരീരിക ബുദ്ധിമുട്ട്, മാനസികപരമായിട്ടുള്ള പ്രയാസം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു വിരക്തി, ഇതെല്ലാം മൂലം നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജീവിതം കൈവരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ മനസ്സിനുള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ ധാരാളം ചിലവുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വീട് സംബന്ധമായ സാധനങ്ങൾക്കെല്ലാം വേണ്ടിയും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം കേടുപാട് സംഭവിക്കും, പുതിയത് വാങ്ങുന്നതിന് വേണ്ടിയോ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയോ എല്ലാം വേണ്ടി നിങ്ങൾക്ക് ചിലവുകൾ ധാരാളമായി വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസമാണ്. അപ്പോൾ സ്ത്രീകളായ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രാശിക്കാർ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, കുടുംബമെല്ലാം നോക്കി നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നമുക്ക് ചിലവുകളെല്ലാം കുറച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം നഷ്ടങ്ങൾ വരുവാനും പറ്റിക്കപ്പെടുവാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അതായത് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ആദ്യമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നഷ്ടം വരും. അത് പൂർണ്ണമായും ആ ലാഭം കിട്ടാതെ വരുവാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുക. കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുവാനുള്ള ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എന്നാലും ബിസിനസ്സിലൊക്കെ നേട്ടം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നഷ്ടങ്ങൾ വരാതെയും അല്ലെങ്കിൽ ആരും പറ്റിക്കപ്പെടാതെയും ഇരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതത്തോടുകൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജലധാര നടത്തുകയും, ഭഗവാനെ പിൻവിളക്ക് തെളിയിക്കുക, നിങ്ങൾ വഴിപാടുകൾ അർപ്പിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മൂലം കൊണ്ടുവന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും.